പിതൃപുത്ര പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ പഠനത്തിന്റെ ആ തുടർച്ചയിലേക്ക് വീണ്ടും നാം വന്നിരിക്കുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില സെഷനുകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് ഈ വാക്യത്തിലെ പ്രധാനപ്പെട്ടൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ വാക്യങ്ങൾക്കകത്തുള്ള അത്യാവശ്യമുള്ള പദങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. വളരെ ലഘുവായിട്ട് വിശദീകരിക്കണം. അടുത്ത വാക്യം 17-ാം വാക്യം, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം. ഇവിടെ റിസറക്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് പറയുന്നു, ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതിൽ ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കണം. 3 പ്രധാന കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ള വിഷയം നമ്മൾ പിന്നെ പഠിക്കാം. നമ്മൾ അതിൻ്റെ ഒരു പദം മാത്രം ഇംഗ്ലീഷിൽ പറയുന്നത് വി ഷാൽ മീറ്റ് ഹിം ഇൻ ദ എയർ. നമ്മുടെ ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വി ഷാൽ മീറ്റ് ഹിം ഇൻ ദ എയർ. നമ്മൾ ആകാശത്തിൽ അവനെ എതിരേൽക്കും. അത്രയും മാത്രം, ആ ഒരു ടെർമിനോളജി മാത്രം പഠിക്കാൻ പോകും. മനോഹരമായ ഒരു ചിന്തയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെ കൊണ്ടുപോകട്ടെ എന്ന് ആരംഭമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവവചനത്താലുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് ധാരാളമായി വർഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ദൈവം പരിവർത്തനങ്ങൾ വരുത്തട്ടെ, മാറ്റങ്ങൾ വരുത്തട്ടെ. നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ ജീവിതത്തിനും വലിയ രൂപാന്തരങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വചന ചിന്തയിലേക്ക് കടക്കാം. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ. ഇവിടെ വായിക്കുന്നു, വി ഷാൽ മീറ്റ് ഹിം ഇൻ ദ എയർ. നമ്മൾ ഈ വിഷയം പൊതുവായിട്ട് മനസ്സിലാക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ആളുകള് സ്വർഗത്തിൽ യേശു ഇങ്ങനെ വരുമ്പോ ഉയർത്തെഴുന്നേൽക്കും. അതായത് ഈ മണ്ണിൽ ഉറങ്ങുന്ന എല്ലാ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അവരെല്ലാവരോടും ഇങ്ങനെ പറന്നുയരും. ജീവനോടെ ശേഷിക്കുന്ന നാം പെട്ടെന്ന് ശരീരത്തിൽ ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ ആകാശത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെയാണ് കോട്ടപ്പ് എന്ന പദം പറഞ്ഞിരിക്കുന്നത്. റാപ്ചർ എന്ന തിയറി വേദപുസ്തകത്തിൽ ഈ ഒരൊറ്റ വാക്കിൽ നിന്നാണ്. അത് നമ്മൾ നാളെ പഠിക്കുക. എന്താ ഈ റാപ്ചർ എന്താന്ന് നാളെ പഠിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റാപ്ചർ എന്ന തിയറി ഒരുപാട് നമ്മുടെ സഭയെ റാപ്ചർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സഭയ്ക്ക് ദോഷം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക്
ഈ ആകാശത്തിൽ എതിരേൽപ്പാൻ, അപ്പൊ എതിരേൽക്കുവാൻ അവൻ ആകാശത്തിലേക്ക് നമ്മൾ പോകും. ഇതാണ് ഒരു പ്രധാന വാക്ക്. ഇതൊക്കെ അക്ഷരം പ്രതിയായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ആകാശത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന പദത്തിന്റെ ആരംഭ ചിന്തയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ രണ്ടു പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ പഠിക്കാനുള്ളത്. അതായത് കാരണം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വരുന്നു, നമ്മൾ അവനെ എതിരേൽക്കാൻ പോകുന്നു. അപ്പൊ കർത്താവിന്റെ വരവ് എന്നതിന് കൊടുത്തിരിക്കുന്ന പദം നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ അത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറോസിയ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. പറോസിയ, അവന്റെ വരവ്, അവന്റെ പ്രത്യക്ഷത, അവന്റെ ആഗമനം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പറയുന്നത് പറോസിയ എന്ന. പറോസിയ എന്ന വേർഡിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം പ്രസൻസ് എന്ന, സാന്നിധ്യം, അവന്റെ സാമീപ്യം. അത് സാമീപ്യം എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് സാമീപ്യം. അപ്പൊ ആ വരുന്നതിനെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അപ്പം പറോസിയ എന്ന വേർഡ്, അപ്പൊ അവൻ വരുന്നു. ഈ വരുന്ന യേശുവിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ പഠിക്കുന്നതെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? യേശു വരും, നമ്മളെല്ലാരെയും ചേർത്തുകൊണ്ട് മധ്യാകാശത്തിൽ കർത്താവിനോടൊപ്പം എന്നേക്കും ഇരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് റാപ്ചർ ചെയ്ത് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമെന്നാ പറഞ്ഞത്. കൊണ്ടുപോയിട്ട് ചിലർ പറയുന്നത് 7 വർഷം കഴിഞ്ഞിട്ട് ഒലിവുമലയിൽ വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെയുള്ള ഒത്തിരി പഠനങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് യേശു വരുന്നു, പറോസിയ. നാം അവന്റെ കൂടെ പോകുന്നു എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. നാം അവന്റെ കൂടെ പോവുക, ആ ആള് വരുന്നു, നമ്മളെ ചേർത്ത് കൊണ്ടുപോകും എന്നൊക്കെയാ പറയുന്നത്. ചേർത്തോണ്ട് പറയാൻ നമ്മളെ വിളിച്ചോണ്ട് നേരെ അങ്ങ് പോവുക, സ്വർഗത്തിലേക്ക് പോവുക എന്നാണ്. എന്നാൽ പറോസിയ എന്ന വേർഡിന്റെ അർത്ഥം അവന്റെ വരവ്. രണ്ടാമത്തെ പദം നമ്മൾ അവനെ മീറ്റ് ചെയ്യുക. മലയാളത്തിൽ എതിരേൽക്കുക. എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇംഗ്ലീഷിനെക്കാളും ഇച്ചിരിയും കൂടെ അർത്ഥം മനസ്സിലാക്കുന്ന നിലയിലാണ് ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. സാധാരണ മലയാളമാണ് എവിടെയെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്. പക്ഷെ എന്തായാലും ഈ വാക്ക് എതിരേൽക്കുക എന്ന് കൊടുത്തിരിക്കുന്നു. എതിരേൽക്കുക, അവിടെ തന്നെ നമ്മുടെ ചിന്തകള് ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന പദം അപ്പൻറ്റസിസ്. നിങ്ങൾ എഴുതുന്നവരെ എടുത്തു വെച്ചോ, എഴുതിക്കോ. APANTESIS, അപ്പൻറ്റസിസ്. നമ്മൾ ഈ 2 പദങ്ങളാണ് ബൈബിളില് ഇന്ന് ശാന്തമായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. കാരണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എനിക്കൊന്ന് ഇതിനകത്ത് മോസ്റ്റ് ക്രിട്ടിക്കൽ ആൻഡ് ക്രൂഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഒരാൾ കർത്താവ് വരുന്നതിനെ പറോസിയ എന്നും, നമ്മൾ അങ്ങോട്ട് അവന്റെ അടുക്കിലേക്ക് പോയി അവനെ മീറ്റ് ചെയ്യുന്നതിനെ, എതിരേൽക്കുന്നതിനെ അപ്പൻറ്റസിസ് എന്നും പറയും. ഇത് കൊയിനെ ഗ്രീക്കില് അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ്. അതായത് ഈ അപ്പൻറ്റസിസ് എന്ന് പറയുന്ന ഭാഷ. ഇതാണ് അവിടുത്തെ പ്രധാന ഭാഷ. കാരണം ഇത് രണ്ടും കൂടെയാണ് കണക്റ്റഡ് ആയിരിക്കും. ഇത് ഒറിജിനലി ഏൻഷ്യന്റ്, അതായത് ഈ ആദ്യകാലത്തെ ആളുകൾ ഇത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ തെസ്സലോനിക്കയിലെ ആളുകൾക്ക് ഇത് എഴുതിയപ്പോൾ അവർക്ക് യാതൊരു സംശയമില്ല. അവർ ഒരിക്കൽ പോലും മധ്യാകാശത്തിൽ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി യേശുക്രിസ്തുവിന്റെ കൂടെ അങ്ങ് നിത്യയുഗത്തിലേക്ക് പോകുമെന്നൊന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് ആ ലോകത്തെ ജനങ്ങൾ എന്താണ് ഈ പറോസിയ എന്ന വേർഡ്, അതിന്റെ കൂട്ടത്തിൽ ആ പറോസിയ എന്ന് പറയാൻ അവൻ വരുന്നു, നമ്മൾ അവന്റെ അടുക്കിലേക്ക് എതിരേൽക്കുവാനായി പോകുന്നു എന്ന് പറയുന്ന അപ്പൻറ്റസിസ് എന്ന് പറയുന്ന ഈ 2 വാക്കുകളെ എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ ആളുകൾ കണ്ടത്. നമ്മൾ അതാണ് മോഡേൺ വേൾഡിൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുന്ന നിലയിലല്ല. ഇന്നും ഞാനൊരു ചർച്ചയിൽ കേട്ടത്, കർത്താവ് കാഹളധ്വനിയോടുകൂടെ വരും, മരിച്ചവർ ഈ ശരീരം ഉയർക്കുമെന്ന് വിശ്വസിക്കുക. ഈ ശരീരം എന്നാൽ വേദപണ്ഡിതന്മാരിൽ ചിലർക്ക്
അതിനകത്ത് ഇപ്പോൾ സംശയം നേരിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു ചർച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ ശരീരം ആവശ്യമുണ്ടോ, ഈ ശരീരത്തിന്റെ ആവശ്യം എന്താണ്? എന്തായാലും അത്രയൊക്കെ ഒരു ബ്രിമ്മിൽ എത്തിയിട്ടുണ്ട്. ബാക്കി കൂടെ കണ്ണുകൾ ദൈവം അവർക്ക് തുറന്നു കൊടുക്കട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. എല്ലാം മാറും, കാര്യങ്ങളെല്ലാം മാറും, യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടും. എന്നാൽ ഇത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും AD 70 ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വളരെ ഗൗരവമായിട്ട് പറയുന്ന വലിയ പണ്ഡിതന്മാരും മലയാളികളുടെ ഇടയിലുണ്ട്, വേദ ലോകത്തുമുണ്ട്. AD 70 ഒന്നും ഈശോ പറഞ്ഞ ഒരു പ്രവചനം പോലും സംഭവിച്ചിട്ടില്ലെന്ന് പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ടെന്നുള്ളത് വളരെ ആശ്ചര്യത്തോടും ഷോക്കിങ്ങിൽ ഞാൻ അവരെ കുറിച്ച് കേട്ടത്. അങ്ങനെയുള്ളവരും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിച്ചാൽ, ഇത് നിങ്ങൾ പറയുമ്പോൾ എതിർക്കാൻ ഒത്തിരി പേരുണ്ടാവും, അംഗീകരിക്കാൻ ആൾ കുറവായിരിക്കും. സത്യങ്ങൾക്ക് ഒരു പക്ഷേ അത്ര ചെവി കൊടുക്കത്തില്ല. കാരണം അതങ്ങനെയാണ്. ഒരിക്കലും ആരും സത്യത്തെ പെട്ടെന്ന് ആദ്യമേ സ്വീകരിക്കത്തില്ല. കുറേ കാലങ്ങൾ കഴിഞ്ഞെങ്കിലേ ഇതൊക്കെ സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാം. കർത്താവ് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, യേശുവിനെ വിസ്തരിക്കുന്ന വേളയിൽ യേശു പീലാത്തോസിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കുവാനായി വന്നിരിക്കുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കുവാനായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് പിലാത്തോസ്, റോമിന്റെ ഗവർണർ, ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ ട്രൂത്ത്? അറിയുമോ? വല്ലാത്തൊരു ചോദ്യം അത്. ഞാൻ അതിന് ഇങ്ങനെ ഇട്ടിരിക്കുന്ന അൺആൻസേർഡ് ക്വസ്റ്റ്യൻ. യേശു ലോകത്തിലായിരുന്നപ്പോ ഇതുവരെ ലോകത്തിൽ അവനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാത്ത ഏക ചോദ്യം ഈ ലോകത്തിൽ യേശു വന്ന ശേഷം, വാട്ട് ഈസ് ദാറ്റ് ട്രൂത്ത്? ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് അതിന് മറുപടി കൊടുത്തില്ല എന്നതിന് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ജീസസ് ക്രൈസ്റ്റ് സെയ്ഡ് ട്രൂത്ത് ഈസ് നോട്ട് എ മാറ്റർ, വാട്ട് ഈസ് ദ ട്രൂത്ത് എന്ന ചോദ്യം തെറ്റായത് കൊണ്ടാണ് അതിന് ആൻസർ കൊടുക്കാഞ്ഞത്. കാരണം പിലാത്തോസിന്റെ മുമ്പിൽ കൈകാലുകൾ ബന്ധിച്ച് മുൾക്കിരീടധാരിയായി അല്പവസ്ത്രധാരിയായി നിൽക്കുന്ന ഈ ആള് ആണ് യഥാർത്ഥ സത്യം എന്നത് നിലനിൽക്കുന്നത് കൊണ്ടാണ് വാട്ട് ഈസ് ദ ട്രൂത്ത് എന്ന ചോദ്യത്തിന് യേശു മൗനം ഭരിച്ചത്. ആ മൗനത്തിനകത്ത് ആൻസർ ഉണ്ട്, ഐ ആം ദ ട്രൂത്ത്. സോ സംടൈംസ് ട്രൂത്ത് cannot be expressed. പറയാൻ പറ്റില്ല, കാട്ടിക്കൊടുക്കാൻ പറ്റില്ല, മൗനമായിരിക്കും ചില സമയങ്ങളിൽ സത്യത്തിന്റെ ആൻസർ. അതുകൊണ്ട് when you are preaching truth, so don't, ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നമ്മളിത് പറയുമ്പോൾ ഉടനെ ജനങ്ങൾ അംഗീകരിക്കുന്നു. കാരണം കഴിഞ്ഞ എൻ്റെ 21 വർഷത്തെ ക്രിസ്തീയ സുവിശേഷ യാത്രയിൽ ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യം, 22 വർഷത്തോളമായി ഞാൻ കണ്ട യാഥാർത്ഥ്യം, ഒരിക്കലും ഒരു നവ യാഥാർത്ഥ്യം ഒരിക്കലും ജനം പെട്ടെന്ന് അംഗീകരിക്കത്തില്ല. അപ്പോൾ സത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി, ലോകത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോയ ഒരാളെന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, സത്യം പെട്ടെന്ന് അംഗീകരിക്കപ്പെടത്തില്ല. ഓക്കെ, നമുക്കിനി ഈ പരോസിയ എന്ന വേർഡ് തെസ്സലോനിക്ക സഭയോട് പറയുമ്പോൾ അവന്റെ വരവ് അങ്ങോട്ടുള്ള അപ്പൻഡസിസ് എന്ന് പറയുന്ന അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഇസ് നോട്ട് ടേക്കിംഗ് ഓഫ്. യേശു ക്രിസ്തു വന്ന് ഭൂമിയിലെ സഭയെ എടുക്കുക, ഇതല്ല. അങ്ങനൊരു പരിപാടി ഇല്ല ദൈവവചനത്തിൽ. കാരണം ദൈവത്തിലൂടെ നിന്ന് കുറച്ച് ആളുകളെ റിമൂവ് ചെയ്യുക എന്നത് ദൈവ പദ്ധതിയുടെ ഭാഗം അല്ല. പിന്നെന്താ ദൈവ പദ്ധതിയുടെ ഭാഗം എന്നത്? ദൈവത്തിന്റെ ആ അനാദി നിർണയം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. അതിന് നിങ്ങൾ ബൈബിൾ എടുത്തോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവിടെയാണ് ദൈവത്തിന്റെ എറ്റേണൽ പേർപ്പസ് ദൈവം കൊടുത്തിരിക്കുന്നത്. എറ്റേണൽ പേർപ്പസ് അത് അതായത് അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. നോക്കിയേ, അത് ആ ദൈവഹിതത്തിലെ നിർണയം എന്താണ്? അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം, ശ്രദ്ധിക്കുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ.
എന്താ ദൈവത്തിന്റെ എറ്റേണൽ പർപ്പസ് നോക്കിയേ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വീണ്ടും ഒന്നായി ചേർക്കാം. ആ വേർഡ് ഭയങ്കര വേർഡാ. ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റത്തില്ല. നമുക്കത് പിന്നെ തുടർമാനമായ യാത്രയിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം ദൈവരാജ്യം എന്ന വിഷയത്തിനകത്തെ ഒരു താക്കോലാണ്, ദ കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു പക്ഷേ ഞാൻ ഓർക്കാതിരുന്നാൽ എന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതിനെയും കൂടെ വീണ്ടും ഒന്നാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ ഒന്നാക്കി തീർക്കുക എന്ന് പറയേണ്ട അർത്ഥം എന്താ? ഇതിപ്പോ രണ്ടായിട്ടിരിക്കുക. അതായത് ഫെലോഷിപ്പ് കട്ടായി, ഗവർണർ ഡിപ്പാർട്ടഡ് ആയി. ആരാ ഗവർണർ ഓഫ് ദ കിങ്ഡം? ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഡിപ്പാർട്ടഡ് ആയി. അപ്പൊ പരിശുദ്ധാത്മാവ് ആ ഹെവൻലി കിങ്ഡത്തിന്റെ ഗവർണറായിരിക്കുന്ന പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ മത്സരത്തോടെ ഈ നാട് വിട്ടു. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ ഓതന്റിക് കണക്ഷൻ, നോട്ട് ക്രിയേഷന്റെ കണക്ഷൻ അല്ല. ദൈവത്തെ പിരിഞ്ഞ് ലോകത്തിന് ജീവിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ആ ഗവൺമെന്റിലായിട്ടുള്ള കിങ്ഡം ഓഫ് ഗോഡിന്റെ ആ ഫെലോഷിപ്പ് കട്ടായിപ്പോയി. സോ ഹെവനും എർത്തും ഭൂമിയും സ്വർഗവും തമ്മിൽ ഇപ്പൊ ഡിസ്കണക്റ്റഡ് ആണ്. സോ ആ ഡിസ്കണക്റ്റഡ് ആയിപ്പോയ ഹെവനെയും എർത്തിനെയും വീണ്ടും റീകണക്ട് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞാൽ ദ റീ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫെലോഷിപ്പ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത്. ആമേൻ. നിസ്സാര കാര്യമല്ല ഇത്. അല്ല, ഇവിടുന്ന് കുറച്ചുപേരെ റാഞ്ചിക്കൊണ്ട് മുകളിൽ പോയി മേഘത്തിൽ ഇരുന്നിട്ട് അന്തിക്രിസ്തു 7 വർഷം ഇവിടെ മഹോദ്രവം ചെയ്യുന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവസാനമാകുമ്പോൾ ചാടി വീണ്ടും ഇറങ്ങി വന്ന് പിന്നെ യെരുശലേമെ കേന്ദ്രമാക്കി ഇതിനകത്തൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ട് കേട്ടോ. കാരണം ബൈബിളില്, ഞാൻ ഒരു കാര്യം പറയാം, ബൈബിളില് യേശുക്രിസ്തുവിന്റെ ആ മാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സഭയാണ് വേലി കഴിക്കുന്നത് പറയും. എന്നാൽ പഴയ നിയമത്തിലെ വാക്കുകൾ വെച്ചാൽ മനസ്സിലാക്കും ദ റീമാരേജ് വിത്ത് ഇസ്രായേൽ എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്രായേലിന്റെ ആ പരിപാടി ആരംഭിക്കുന്നതും സഭ എടുത്തു കൊള്ളപ്പെട്ട ശേഷമാണെന്ന ഇവിടുത്തെ ആളുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം കല്യാണമാണ് ഇവർ പഠിപ്പിക്കുന്ന തിയറി അനുസരിച്ച് അവന്റെ രണ്ടാം വരവിൽ സംഭവിക്കാൻ പോകും. കാരണം റാപ്ചർ ചെയ്യുമ്പോൾ സഭയെ കല്യാണം കഴിക്കും, പിന്നെ ഒലിവുമലയിൽ പ്രത്യക്ഷമാകുമ്പോൾ ഇസ്രായേലിനെ കല്യാണിക്കും. അപ്പൊ യേശുക്രിസ്തു 2 കെട്ട്, യേശുവിന് 2 കല്യാണം. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. കാരണം സഭ യേശുവിന്റെ കല്യാണം. അപ്പൊ ഇസ്രായേൽ ആരാണ്? ഇസ്രായേലാണ് യേശുക്രിസ്തു യഹോവയുടെ ഭാര്യ. ആ ഇസ്രായേലിനെ ദൈവം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹോശേയ പ്രവചനം അനുസരിച്ച് വിവാഹം കഴിക്കും. അപ്പൊ ചർച്ചിനെ മാരേജ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരവ്, ഇനിയും ഭാവിയിൽ വന്നിട്ട്, ഭാവിയിൽ തന്നെ 2 വരവാണ്. 1 രഹസ്യ വരവ്, 2 പരസ്യ വരവ്. രഹസ്യ വരവിൽ സഭയെ കല്യാണം കഴിക്കും, പരസ്യ വരവ് വന്നിട്ട് ഇസ്രായേലിനെ കല്യാണം കഴിക്കും. അങ്ങനെ യേശുക്രിസ്തുവിന് 2 കല്യാണം എന്ന നിലയിലാണ്. നന്നായിട്ട് സൂക്ഷ്മമായിട്ട് ഇവരുടെ തിയറി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന സത്യം. ഇത് മറന്നുപോകും. ഓക്കെ, ഇനി നിങ്ങൾ തിരുവെഴുത്തുകളിലേക്ക് വരണം. എന്താണ് ഞാൻ ഇതിന്റെ തീമാണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി തരും ഈ വേർഡിന്റെ. സോ ഹീസ് കമ്മിങ്, ദാറ്റ് ഈസ് പറോസിയ. വി ആർ ഗോയിങ് ടു മീറ്റ് ഹിം, ദാറ്റ് ഈസ് അപ്പൻടെസിസ് എന്ന് പറയുന്ന വാക്ക്, അപ്പൻടെസിസ്. സോ ഹെവനും എർത്തും കൂടെ തമ്മിൽ വീണ്ടും യുണൈറ്റഡ് ആകുക. ഇത് തന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 21:3 പറയുന്നത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്നത് ഏദന് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ ദ റെസ്റ്റോറേഷൻ ഓഫ് ഏദൻ. അത്ര മനോഹരമാണ് നോക്കി. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കി. ഈ റാപ്ചർ ആണ് എടുത്തോണ്ട് സഭയെല്ലാം എടുത്തോണ്ട് മുകളിലോട്ട് പോയി പിന്നെ നിത്യയുഗം അവനോടുകൂടെ ആയിരിക്കും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നാം എന്നേക്കും അവനോടുകൂടെ ഇരിക്കും എന്ന് പറയാൻ പിന്നെ ഭൂമിയുമായിട്ട് ബന്ധമില്ല. അവിടെ പിന്നെ തിരിച്ചു വരുമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആ വാക്യത്തിനകത്ത് ഒരിക്കലും മടങ്ങി വരുമെന്നോ ആന്റിക്രൈസ്റ്റിനെ കൊല്ലാൻ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും, അങ്ങനെ നാം എല്ലാവരും അവനോടുകൂടെ എന്നേക്കും ഇരിക്കും. അവിടെ പിന്നെ മടങ്ങി വരവ്, ഒലിവുമല വിലവരവ്, ആന്റിക്രൈസ്റ്റിനെ കൊല്ലുക, പിന്നെ നിത്യയുഗം ഒന്നും പറഞ്ഞിട്ട് എന്നേക്കും ഇരിക്കും. പിന്നെ അവിടെ എവിടെയായി കിങ്ഡം സ്ഥാപിക്കപ്പെട്ടത്? നമ്മളെ എടുത്തുകൊണ്ട് മുകളിലോട്ട് പോയ പിന്നെ എവിടെയാ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്?
വാസ്തവത്തിൽ എന്താ ഇവിടെ ഈ എൻഡിൽ എന്താ നടക്കുന്ന പ്രിയപ്പെട്ടവരെ? ശ്രദ്ധിക്കേ, ബിഗിനിങ് കറക്റ്റ് ആയാലേ എൻഡ് കറക്റ്റ് ആകത്തുള്ളൂ. ശ്രദ്ധിക്കണം, എൻഡ് കറക്റ്റ് ആകണമെങ്കിൽ ബിഗിനിങ് എന്താന്ന് മനസ്സിലാക്കണം. ബിഗിനിങ്ങിൽ ഒരിക്കലും ദൈവം ജനത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയില്ല. ബിഗിനിങ്ങിൽ നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അവര് ഭൂമിയിൽ വാഴട്ടെ, ഭൂമിയിൽ വാഴട്ടെ. ആകാശത്തിലെ പറവയുടെ മേലും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും കാട്ടുജന്തുക്കളുടെ മേലും സകല ഭൂചര ജന്തുക്കളുടെ മേലും അവർ വാഴട്ടെ. ലെറ്റ് ദം ഡൊമൈൻ ദി എർത്ത്. ഇതാണ് ബിഗിനിങ്, ഇതാണ് ദൈവത്തിന്റെ ഹാർട്ട്. ഇതല്ലേ പ്രിയപ്പെട്ടവരെ എൻഡിൽ ഫുൾഫിൽ ആകേണ്ടത്? ഇതല്ല, ഇത് ഫുൾഫിൽ ആയില്ലെങ്കിൽ ഈ ബൈബിൾ എന്ത് കഥയാ? കഥയില്ലാത്തൊരു പുസ്തകമല്ലേ? അപ്പം ഏദനിൽ സ്ഥാപിക്കപ്പെട്ടതിനെ അവസാനിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ വരവിൽ. ആ വരവെന്താണ്? പോയാള് തിരിച്ചു വരിക, വീണ്ടും റീ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫെലോഷിപ്പ് വിത്ത് ഹെവൻ ആൻഡ് എർത്ത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വീണ്ടും ഒന്നാക്കി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥക്കായിക്കൊണ്ട് തന്നെ. അടുത്തതിലേക്ക് പോകുന്നു. ഇനി we shall meet him in the air എന്ന് പറയുന്ന ആ പദത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഇതിന് ഈ അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡിന് ലെക്സിക്കൺസ്, അതായത് വേദപുസ്തക ഡിക്ഷണറികൾ, ലെക്സിക്കണുകൾ കൊടുക്കുന്ന അർത്ഥം എന്താണ്, കമൻഡേഴ്സ് കൊടുക്കുന്ന അർത്ഥം എന്താണ്, ന്യൂ ടെസ്റ്റമെന്റ് കൊടുക്കുന്ന അർത്ഥം എന്താണ്, ജോസിഫസ് എന്ന് പറയുന്ന ആൾ കൊടുക്കുന്ന അർത്ഥം. ഇങ്ങനെ 4 കാറ്റഗറിയിൽ നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ലെക്സിക്കൺസ്, ഒരുപാട് പേരുടെ ലെക്സിക്കൺസ് ഉണ്ട്. അതായത് ന്യൂ ടെസ്റ്റമെന്റ് ഡിക്ഷണറികളിൽ കൊടുത്തിരിക്കുന്ന ചില അർത്ഥങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകും. അതിൽ ഒരു പ്രധാന ഡിക്ഷണറി, അതിന്റെ പേര് എക്സെജറ്റിക്കൽ ഡിക്ഷണറി ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്. ഈ വാക്കിന് കൊടുക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത്, ദിസ് വേർഡ് അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡ് ഈസ് എ ടെക്നിക്കൽ വേർഡ്. ഈ വേർഡ് നോക്കണേ, ടെക്നിക്കൽ വേർഡ്. ഇറ്റ്സ് നോട്ട് എ തിയോളജിക്കൽ വേർഡ്, ഈസ് എ ടെക്നിക്കൽ വേർഡ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, ദ ടെക്നിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് appendices has far-reaching implication is a profound understatement. എന്നിട്ട് അവർ പറയുന്നൊരു വേറൊരു കാര്യം, ഇതിന്റെ ഒരു മീനിങ്, അതായത് ആ ഡിക്ഷണറി അതിന് കൊടുക്കുന്ന ഒരു മീനിങ്, ശാന്തമായിട്ട് കേൾക്കണേ പ്രിയപ്പെട്ടവരെ. മീനിങ് നോൺ ബിബ്ലിക്കൽ റെഫറൻസ്, അതായത് ബൈബിളിൽ കൊടുക്കാത്ത അവിടുത്തെ സെക്കുലർ വേൾഡ്, അതാ ഞാൻ പറഞ്ഞ സെക്കുലർ വേൾഡ് കൊടുത്ത ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത്, ബ്രിങ്ങിങ് ബാക്ക് ദ ഗോഡസ് ഓഫ് റോം ടു ഹർ റെസ്റ്റിംഗ് പ്ലേസ്. ഇത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് റോമൻ ദേവതമാരെ തിരികെ അതിന്റെ വിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ഇതിന് പേരാണ്, അത് കൊണ്ടുവരുന്നതിന്റെ പേരാണ് അപ്പൻഡസിസ്. ഞാൻ ഇച്ചിരി സമയം എടുത്തിട്ട് പറയുന്നതിന്റെ കാരണം ഇതൊരു വെരി ഇമ്പോർട്ടന്റ് പഠനമായതുകൊണ്ടാണ്. വളരെ പേഷ്യൻസോടെ കേൾക്കുക പ്ലീസ്, ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകും. ഈ ബുള്ളിങ്നർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട്, ഒരു ബൈബിൾ ഡിക്ഷണറി എഴുതിയേക്കുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ ലെക്സിക്കണിൽ കൊടുത്തിരിക്കുന്നതിന് ടു കം ഓർ ഗോ ഫ്രം എ പ്ലേസ് ടുവേർഡ്സ് എ പേഴ്സൺ. എന്നോട് പറയാം, ടു കം ഓർ ഗോ ഫ്രം എ പ്ലേസ് ടുവേർഡ്സ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വരികയോ പോവുകയോ, ഒരു പ്രധാന സ്ഥലത്ത് നിന്ന് ഒരാളിന്റെ അടുക്കലേക്ക് വരികയോ പോവുകയോ ചെയ്യുക. ആൻഡ് സോ ടു മീറ്റ് ഫേസ് ടു ഫേസ് ഫ്രം ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഈ ആള് വരുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ആ ആളിനെ നേരെ പോയിട്ട് ഫേസ് ടു ഫേസ് ആ ആളുമായിട്ട് മീറ്റ് ചെയ്യുക, എസ്പെഷ്യലി ടു മീറ്റ് ആൻഡ് കം ബാക്ക് വിത്ത് ദ പേഴ്സൺ മെറ്റ്. വാവ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്.
ഈ അപ്പൻഡിസിസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഒരാൾ വരുന്നു, ആ ആളിനെ അദ്ദേഹമായിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഫേസ് ടു ഫേസ് കണ്ടുമുട്ടിയിട്ട് ആ ആളിനെയും കൂട്ടിക്കൊണ്ട് എസ്പെഷ്യലി കം ബാക്ക് വിത്ത് ദാറ്റ് പേഴ്സൺസ്, നമ്മൾ കണ്ടുമുട്ടിയ ആളുമായി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വരുന്നതിന്റെ പേരാണ് അപ്പൻഡിസിസ്. ഈ ഒരൊറ്റ തിയറി കൊണ്ട് നമ്മുടെ നിലവിലുള്ള സകല സംഭവം പൊളി. ഓക്കെ, ഇത് ബുള്ളിംഗർ എന്ന് പറയുന്ന ഒരു ബൈബിൾ ലെക്സിക്കൺ എഴുതിയ ഒരാളാണ്. അദ്ദേഹം എഴുതുന്നതിന് എത്രയോ ആ വേർഡ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് എ ടെക്നിക്കൽ സെൻസ്. ടെക്നിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ പോവുക, മീറ്റ് ചെയ്യുക, ആ മീറ്റ് ചെയ്തിട്ട് ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്തിട്ട് ആളുമായിട്ട് തിരിച്ച് നമ്മൾ മീറ്റ് ചെയ്ത ആളിനെ നമ്മൾ പോയി തിരിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അതിന്റെ പേരാണ് അപ്പൻഡിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റമെന്റിന്റെ തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്, അതിന്റെ ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് തിയോളജി എന്ന് പറയുന്ന ദ ഡിക്ഷണറി ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് തിയോളജി. ആ വേർഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാ: ദ വേർഡ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ആസ് എ ടെക്നിക്കൽ ടേം. ഇങ്ങനെയാണ് പറയുന്നത്. term for a civic customs of antiquity whereby a public welcome was accorded by a city to important visitors. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അതായത് ഒരു പുരാതനമായ ഒരു കസ്റ്റമാണ്. ആ കസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടണം എതിരേറ്റ് ചെന്ന് ആ പട്ടണത്തെ സന്ദർശിക്കാൻ വരുന്ന ഒരു സന്ദർശകനെ എതിരേൽക്കുക, അദ്ദേഹത്തെ കണ്ടുമുട്ടുക എന്നാണ് അപ്പൻഡിസിസ് എന്ന് പറയുന്ന വാർഡ് ഉപയോഗിക്കുന്നത്. യു ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് മോർ റിസോഴ്സസ്. ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിക്കാൻ വേണ്ടി തന്നെ ഞാൻ വീണ്ടും പറയാം. അതായത് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പോയി ഒരു സിറ്റി, അതായത് ഒരു ഓൾ സിറ്റി പോയിട്ട് ഒരു ഇമ്പോർട്ടന്റ് വിസിറ്ററിനെ മീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഓൾ സിറ്റിയെ കൊണ്ട് ഈ വിസിറ്റർ അങ്ങ് പോകത്തില്ല. അതിനല്ല ഈ അപ്പൻഡിസിസ് എന്ന് പറയുന്നത്. ഒരു പട്ടണം അങ്ങോട്ട് ചെന്നിട്ട് ഈ ഇമ്പോർട്ടന്റ് VVIPയെ ബ്രിങ് ചെയ്ത് നമ്മുടെ സിറ്റിക്ക് അകത്തേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ സ്കോട്ട് എന്ന് പറയുന്ന ഒരാള് എഴുതി വെച്ചിരുന്ന ഒരു ഡെഫിനിഷൻ ഇങ്ങനെ: ടു കം ഓർ ടു ഗോ, ടു മീറ്റ് ഓർ ടു എൻകൗണ്ടർ വെദർ അസ് ഫ്രണ്ട് ഓർ ഫോ. ഒരു സുഹൃത്താണെങ്കിലും ഒരു ശത്രുവാണെങ്കിലും അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ടുമുട്ടുക എന്നൊരാൾ ലെക്സിക്കണിൽ കൊടുത്തിരിക്കുന്നു. അടുത്ത വേറൊരാൾ കൊടുത്തിരിക്കുന്നത് ടു കം നിയർ ആൻഡ് ടു മീറ്റ് എയ്തർ ഇൻ ഫ്രണ്ട്ലി ഓർ ഹോസ്റ്റൈൽ മാനർ. ഒന്നുകിൽ ശത്രുതാ മനോഭാവത്തോടോ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയോ ഒരാളെ ഫേസ് ടു ഫേസ് പോയി കണ്ടുമുട്ടുക എന്ന് പറയുന്നു. അടുത്തത് മില്ലിഗൻ. ഇതൊക്കെ നിങ്ങൾ വേണേ എഴുതി വെച്ചു. മില്ലിഗൻ എന്ന് പറയുന്ന ഒരു ആള് പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ലെക്സിക്കൻസാ. ഇതൊക്കെ ഈ ഡിക്ഷണറി റൈറ്റ് ചെയ്ത ആളുകളുടെ. The word seems to have been a kind of technical term for the official visit of a newly arrived dignitary. ഒരു എന്താ പറയുക, ഒരു ഡിഗ്നിറ്ററി, അത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനാധിപതി പുതിയൊരാള് ഒഫീഷ്യൽ വിസിറ്റ് ചെയ്യാൻ പോവുക. ആ വിസിറ്റിങ്ങിനെ വേണ്ടി ഉപയോഗിക്കുന്ന ആ ആളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് അപ്പൻഡിസിസ് എന്ന് പറയുന്ന പദം. എന്തെങ്കിലുമൊക്കെ മനസ്സിലായി വരുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോ ഒരു സ്ഥാനാധിപതിയോ ഒരു സേനാധിപതിയോ വരുന്നു, ആ ആളിനെ എതിരേൽക്കുവാനായി പോകുന്നു. നമ്മുടെ ടയേഴ്സ് എന്ന് പറയുന്ന സ്ട്രോങ്സ് ഡിക്ഷണറിയിലെ ടയേഴ്സ് എന്ന് പറയുന്ന അപ്പൻഡിസിസ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് എ മീറ്റിംഗ് എന്ന് മാത്രമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. എ മീറ്റിംഗ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ബൈബിളിലെ സാധാരണ സോഫ്റ്റ്വെയറിൽ മീറ്റിംഗ് എന്ന് പറയും. വൈൻസ് ഡിക്ഷണറി എൻ്റെ കയ്യിലുണ്ട്. വൈൻസ് ഡിക്ഷണറി അപ്പൻഡിസിസ് എന്ന് പറയുന്ന വേർഡിന് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പേപ്പറി ഓഫ് എ ന്യൂലി അറൈവിംഗ് മജിസ്ട്രേറ്റ്. ശ്രദ്ധിക്കണേ, a newly arriving magistrate. It seems that the special idea of the word was the official welcome of a newly arrived dignitary. ഒരു പുതിയൊരു മജിസ്ട്രേറ്റ് വരുമ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുക. ഇവര് പറയുന്ന ഈ ഡിക്ഷണറികൾക്കകത്തൊന്നും തന്നെ, ശ്രദ്ധിക്കണം, ഈ ഡിക്ഷണറിക്കകത്തൊന്നും തന്നെ ഈ ആള് വരുമ്പോൾ യേശു കർത്താവ് പറോസിയ അവൻ വരുമ്പോ
നമ്മൾ അവന്റെ കൂടെ അങ്ങ് പോകുന്നതായി ഒരിടത്തുമില്ല. ഈ അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡ് ഏതൊക്കെ ഡിക്ഷണറിമാരിൽ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാര് എഴുതിയിട്ടുണ്ടോ അതെല്ലാം തന്നെ കൊടുക്കുന്നത് ഈ ഒരു വലിയ ഹൈലി ഒഫീഷ്യലിനെ, ഒരു വലിയ ഡിഗ്നറ്ററിയെ, ഒരു വലിയ അറൈവിംഗ് മജിസ്ട്രേറ്റിനെ, ഒരു വെരി ഇമ്പോർട്ടന്റ് പേഴ്സണെ, ഒരു വലിയ ആളിനെ ഈ ജനസമൂഹം പോയി എതിരേൽക്കുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഇസ് എ ടെക്നിക്കൽ ടേം. അതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ കമന്ററി എഴുതുന്ന ആളുകൾ, ഒരുപാട് കമന്ററിമാരുണ്ട്. ആ കമന്ററിമാരിൽ ഒരാളാണ് പീറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരാൾ. പീറ്റേഴ്സൺ എന്ന് എഴുതിയ കമന്ററിയിൽ അദ്ദേഹം 1930 ഈ കമന്ററി എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് ആ വാക്കിനെ പറഞ്ഞേക്ക്. he emphasized the technical use of appendices എന്ന് പറയുന്ന വേർഡിന് ടെക്നിക്കൽ ടേം. He argues that Paul was indeed using appendices is its technical sense, that this means that Paul was presenting the idea that at the coming of the Lord from heaven, the faithful go up to bring him into their earthly city. Wow. വിശ്വസ്തന്മാർ എതിരേറ്റിട്ട യേശുക്രിസ്തുവിനെ നമ്മുടെ സിറ്റിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരിക എന്നാണ്. ഞാൻ തുറന്നു പറയുന്നു, ഈ പഠനത്തിൽ നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ കേട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ചിന്തകൾ പോയേ പറ്റത്തുള്ളൂ. കാരണം ഒരിക്കലും അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡ് കർത്താവ് വന്നിട്ടും നമ്മെ എടുത്തോണ്ട് പോകുന്നു എന്നതായിട്ട് ഒരു സ്ഥലത്തും കൊടുക്കുന്നില്ല. മറിച്ച് നാം അവനെ എതിരേൽക്കും. ഒറ്റ മലയാളത്തിൽ പറയാം. ഞാനിപ്പോ നിങ്ങളുടെ ഭവനങ്ങളിൽ വരിക, നിങ്ങൾ ഒരുപക്ഷെ വീടിന്റെ പുറത്തിറങ്ങി ഗേറ്റ് വരെയൊക്കെ വന്ന് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകും. അതിന്റെ പേര് അപ്പൻഡസിസ് എന്ന് പറയും. അല്ലാതെ ഞാൻ ഇവിടോട്ട് വരുമ്പോൾ ഗേറ്റ് വരെ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ പോകുന്നതിനെ അല്ല അപ്പൻഡസിസ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടുത്തെ പഠനത്തിൽ, നമ്മുടെ തിയോളജിക്കൽ പഠനത്തില് യേശു വരുന്നു, യേശു നമ്മളെ കൊണ്ടുപോകുന്നു. അതല്ല ഈ മീറ്റ് ചെയ്യുക, എതിരേൽക്കുക എന്ന് പറയുന്ന ആ വേർഡിന്റെ, അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ശരി, കുറച്ച് ഡിക്ഷണറിമാരൂടെ ഞാൻ പറയാം. പീറ്റർസണിന് മുമ്പ് പ്ലെവിങ്സ് എന്ന് പറയുന്ന ഒരാളുടെ നോട്ട്സ് ഇങ്ങനെയാണ്: the word appendices is a enthusiastically received, അത്യുത്സാഹത്തോടുകൂടെ ഒരാളെ സ്വീകരിക്കുക. That is the real scholarly understanding of the word appendices. Okay. ഇങ്ങനെ ഒത്തിരി പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ. കാരണം ഇത് ഇങ്ങനെയുള്ള റിസോഴ്സസ് ഒത്തിരി നമ്മുടെ കരങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇത് ഒരാൾ ആവശ്യമെങ്കിൽ നമുക്കിത് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാം എന്നതിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വന മേക്കർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന the normal technical meaning of appendices was the delegation from the destination of the visiting dignitary. എങ്ങനെയാ? delegation from the destination of the visitor, അതായത് ഒരു വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡിഗ്നറ്ററിയെ അവിടെ നിന്ന് ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരിക എന്നാണ് ഈ പറയുന്ന ഡിക്ഷണറികളിലെല്ലാം തന്നെ കമന്ററികളിലും പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കമന്ററി the Lord is descending to the earth, that is parousia. They are caught up in his progress to meet him, and God brings them with him. ഇവിടെ പറഞ്ഞിരിക്കുന്ന caught up, അത് ഞാൻ parousia എന്ന അതാണ് നമ്മുടെ റാപ്ചർ തിയറിയിലേക്ക്. അത് നമുക്ക് പിന്നെ പോകാം. നമ്മൾ അവന്റെ അടുക്കിലേക്ക് പോയി വിൽ മീറ്റ് ഹിം ആൻഡ് അവനെ കൊണ്ടുവരികയാണ് നമ്മുടെ അടുക്കിലേക്ക്. മറ്റൊരു വാക്ക് when a dignitary paid an official visit. ശ്രദ്ധിക്കണേ, ഒരു ഡിഗ്നിറ്ററി
ഒരു സിറ്റിയിലേക്ക് ഒഫീഷ്യൽ വിസിറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് പറോസിയ. I'm trying my level best. Let the Holy Spirit open up your heart. ഒരു ഒഫീഷ്യൽ ഡിഗ്നിറ്ററി ഒഫീഷ്യൽ വിസിറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് പറോസിയ. When a dignitary paid an official visit, Parosia, to a city, ഏത് ടൈമിൽ അറിയുമോ? ഗ്രീക്കുകാരുടെ Hellenistic time, the actions of the leading citizens, the actions of the leading citizens to going out to meet him and exhort him back to the final stage of his journey was called apentesis. Because a beautiful definition. It's a very beautiful definition. When a dignitary paid an official visit, official visit Parosia, coming of Jesus, and the city in the Hellenistic, in the Greek time, the actions of the leading citizens, leading citizens going out to meet him and exhort him. Exhort എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് പുറകെ വരിക, അദ്ദേഹത്തിന്റെ കൂടെ വരിക. Exhort him back to the final stage of his journey was called apentesis. അതായത് ഒരു രാജാവ് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ പേര് പറോസിയ. That is the coming of the Son of Man. അപ്പൊ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ആ ഡെസ്റ്റിനേഷനിലുള്ള ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി വന്നിട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് ഈ പ്രഭു ഏത് സ്ഥലത്തേക്കാണോ പുറപ്പെട്ടത് ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ എക്സോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ പേരാണ് അപ്പൻഡസിസ്. ആമേൻ. Not this now. It's very important. അപ്പം 1 Thessalonians chapter 4:17 യേശുക്രിസ്തു പറയുകയാണ്, അവൻ വരുമ്പോൾ നാം അവനെ എതിരേൽപ്പാൻ, മലയാളത്തിനായി സ്തോത്രം, മേഘങ്ങളിൽ എടുക്കപ്പെടും. എതിരേൽക്കുക. അപ്പൊ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവഴുത്തിന്റെ കൃത്യമായ ഓപ്പോസിറ്റ് ആണ് എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് പാരഡൈമിലും ഉള്ളത്, എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിലും ഉള്ളത്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പഠിച്ചു നോക്കും. മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെട്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ക്രിസ്തുവിനോട് കൂടെ നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് പോവാം. പിന്നിട്ട് 7 വർഷത്തെ വരവൊക്കെ ഉണ്ട്. ഇതിന് ഒരുപാട് കൺഫ്യൂഷനാണ് ഇവർക്ക്. കാരണം ഒറിജിനല് ഇതുവരെ മനസ്സിലാക്കാത്തത് കൊണ്ട് അപ്പൊ 2 തരത്തിലെ ആളുകളുണ്ട്. ഒന്ന്, ഈ ഒരു 7 days 7 years ഓഫ് ട്രിബുലേഷൻ വരുന്നുണ്ട്. ആ ട്രിബുലേഷനിൽ മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് ഒരുപാട് ആളുകൾ പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയും. അത് മഹോദരവത്തിലൂടെ പോകത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒത്തിരി പേർ. പെന്തിക്കോസ്റ്റൽ സമൂഹത്തിലെ ഒരു 90% ആളുകൾ അങ്ങനെ വിശ്വസിക്കും. എന്നാൽ അതിനകത്ത് 10% ആളുകൾ അല്ല, സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമെന്ന് അതിനുശേഷം 7 വർഷം ശേഷമേ യേശു വരുത്തുള്ളെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒന്ന് രഹസ്യവരം എന്ന് പറയുന്നു, മറ്റത് പരസ്യവരം എന്ന് പറയും. ഈ വരവ് ഇപ്പൊ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. രഹസ്യവരം, റാപ്ചർ, ഇത് രഹസ്യവരം. പിന്നെ അവന്റെ പരസ്യ പ്രഖ്യാപനം അത് ഒലിവുമലയിൽ വന്ന് കാലിയൂട്ടും എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള പഠനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ പഠിച്ചെന്തുവാ ഇപ്പം ഈ വാക്യം എന്ന് പറഞ്ഞാൽ അപ്പൻഡസിസ് എന്ന വേർഡ് ഒരിക്കൽ പോലും ദൈവം ഇങ്ങോട്ട് വരുമ്പോൾ ആ ദൈവം വന്ന് നമ്മളെ അവന്റെ അടുത്തോട്ട് ചേർത്ത് മുകളിൽ സ്വർഗത്തിലേക്ക് പോകുക എന്നൊരു അർത്ഥം അതിനില്ല. അവർ പറയുന്നതിന്റെ ജസ്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ ഡിക്ഷണറിയും ലെക്സിക്കണും നമുക്ക് തരുന്നത് എന്ന വസ്തുത നിങ്ങൾ മറക്കരുത്. ഓക്കെ, അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആള് അങ്ങോട്ട് പോകും. അതായത് ഈ റോമിന്റെ റൈറ്റിംഗ്സിലുള്ള ഒരു കാര്യം, രാജാവോ ഒരു എംപററോ ഒരു സ്റ്റേറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റിയോ ഒരു പ്രൊവിൻസോ വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ സ്ഥലത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ദ സിറ്റിസൺസ്, അതായത് രാജാവ് വരുമ്പോൾ ആ പട്ടണത്തിലെ പൗരന്മാര് ഇറങ്ങിച്ചെന്ന്
come out to meet him in some distance from the city. ദൂരെ നിന്ന് ആ ആളിനെ സ്വീകരിച്ച് തന്റെ പട്ടണത്തിലേക്ക് കൊണ്ട്. ഇതിനെയാണ് വേദപുസ്തകത്തില് ഈ ഭാഗത്ത് മീറ്റ് ഹിം ഇൻ ദ എയർ എന്ന വേർഡിന്റെ അർത്ഥം. മനസ്സിലാണോ? ഒരിക്കൽ അതായത് കർത്താവ് വന്നിട്ട് നമ്മളെ അങ്ങോട്ട് ചേർക്കല്ല, മറിച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്ത് കർത്താവിനെ ഇങ്ങോട്ട് ചേർക്കുക. അതായത് ക്രിസ്തുവിനെ നമ്മിലേക്ക് വിളിക്കുക, ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് വെൽക്കം ചെയ്യുക, ക്രിസ്തുവിനെ ഇവിടത്തേക്ക് വിളിക്കുക, നമ്മെ ഭൂമിയിൽ നിന്നെടുത്ത് അവിടത്തേക്ക് കൊണ്ടുപോകുക എന്ന ഒരു അർത്ഥമല്ല ഇവിടെ എതിരേൽക്കുക. മലയാളം എന്തിനാ കൂടുതൽ, മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി. ഇനി അപ്പൻഡസിസ് എന്ന വാക്ക് പറഞ്ഞില്ലേലും വേണ്ടില്ല, എതിരേൽക്കുക എന്ന വാക്കിന്റെ അർത്ഥമുണ്ട്. ഞാൻ പ്രധാനമന്ത്രി എതിരേക്കാൻ പോയി, പ്രധാനമന്ത്രി എന്നെ കൊണ്ട് അങ്ങ് ഡൽഹി പോയെന്നാണ് എൻ്റെ അർത്ഥം. പ്രധാനമന്ത്രിയെ ഞാൻ എതിരേക്കാൻ പോയ പ്രധാനമന്ത്രി എൻ്റെ അടുത്ത് വരണം. ഞാൻ അദ്ദേഹത്തെ എതിരേൽക്കാൻ പോകുന്നത് എൻ്റെ അടുക്കലേക്കാണ്. എതിരേൽക്കുക എന്ന് പറഞ്ഞാൽ നേരെ പോയി ഫേസ് ടു ഫേസ് പോയി അദ്ദേഹത്തെ സ്വീകരിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതിന്റെ പേരാണ് എതിരേൽക്കുക, അതിന്റെ പേരാണ് അപ്പൻഡസിസ്. അപ്പൊ യേശു ക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട യേശു വരുന്നു, ദൈവത്തിന്റെ വിശുദ്ധ സഭ, മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ, ഇവർ എഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനായി പോകും. ഇതിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ഉയർത്തെഴുന്നേറ്റവർ, രണ്ടാമത് എഴുതിയിട്ടുണ്ട് അവൻ 1000 വിശുദ്ധന്മാരോടുകൂടെയാ വരുന്നത്. സോ അൺസീൻ, അതൊന്നും കാണുന്നതല്ല, ഇതൊന്നും ദൃശ്യമല്ല. 1000 വിശുദ്ധന്മാരെ എല്ലാവരുടെ കാണുക അല്ല, നാം ജീവനോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജീവിച്ചിരിക്കുന്നതും മരിച്ചിരിക്കുന്നതിനും കൂടെ വീണ്ടും ഒന്നാക്കുക, ജീവനോടെ ആളുക, മാറി കർത്താവിനെ എതിരേറ്റ് വി ആർ വെൽക്കമിങ് ഹിം ടു ദ വേൾഡ്. ഈ ഏദനിലേക്ക്, പുനഃസ്ഥാപനത്തിലേക്ക്, രാജ്യത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം നമ്മൾ നേരത്തെ വായിച്ചത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ഈ പദങ്ങൾ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, കുറച്ച് വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈ അപ്പോസ്തല പ്രവൃത്തി 28 ബൈബിൾ എടുത്തു. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അവ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ഞങ്ങളെ എതിരേറ്റു വന്നു. ഞങ്ങളെ കണ്ടിട്ട് എതിരേറ്റു വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾക്ക് നേരെ വന്നിട്ട് ഞങ്ങളെ അവരുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. അതിനെയാണ് അവിടെ അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യം മറക്കരുത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ വാക്യങ്ങളിലേക്ക് പിന്നെ വരാം. ഇനി ന്യൂ ടെസ്റ്റമെന്റിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഒരു വാക്യമാണ് നമ്മളിപ്പോ വായിച്ചത്. പുതിയ നിയമത്തില് ഈ ഭാഗങ്ങൾ എവിടെയെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വന്ന് നോക്കി. മത്തായിയുടെ സുവിശേഷം 25 നമുക്കറിയാം, ദാറ്റ് ഈസ് ദ വെഡിങ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രന്റെ കല്യാണം. അവനെ എതിരേൽക്കുവാനായി 10 കന്യകമാർ ഒരുങ്ങുന്ന ആ സംഭവമാണ്. 10-ാം അധ്യായം. സ്വർഗരാജ്യം മണവാളനെ, നമുക്ക് മലയാളം, എനിക്ക് ഈ കാര്യത്തിലൊക്കെ എനിക്ക് മലയാളത്തെ ഒരു സ്തോത്രം ചെയ്യാൻ തോന്നുന്നു. സ്വർഗരാജ്യം ഇപ്പൊ എങ്ങനെയാ? സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെടുന്ന കന്യകമാരോട് സാദൃശ്യം. എതിരേൽപ്പാൻ അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്താ? അപ്പൻഡസിസ്. അപ്പം ഈ വെർജിൻസ് അങ്ങോട്ട് ചെന്നപ്പോ എതിരേൽക്കാനാ പോയത്. ഇതൊരു വെഡിങ് ആണ്. ഇതൊരു വെഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജി. മണവാളൻ വരുമ്പോ മണവാളനെ എതിരേൽക്കാൻ പുറപ്പെടുക. ഈ എതിരേൽക്കാൻ പുറപ്പെടുമ്പോ എതിരേൽക്കാൻ വരുന്നവരെയും കൊണ്ട് മണവാളൻ മുങ്ങത്തില്ല. മണവാളൻ വരികയാണ്. ആ വരുമ്പോൾ കന്യകമാർ തീപ്പന്തങ്ങളുമായി മണവാളനെ എതിരേൽക്കാൻ പോകുന്നു. എങ്ങോട്ട്? വരുന്ന സ്ഥലത്തേക്ക്. താൻ എങ്ങോട്ടാണോ വരുന്നേ ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ എതിരേൽക്കാൻ പോകുന്നതാണ് ദൈവരാജ്യം. അങ്ങനെ തന്നെ ആണോ എന്ന് നിങ്ങൾ ബൈബിൾ പരിശോധിച്ച് നോക്കുക നന്നായിട്ട്.
So this is happened the wedding. അപ്പം അപ്പൻഡിസിസ് എവിടെയാണ്? എതിരേൽക്കാൻ. നാം മേഘങ്ങളിൽ എതിരേൽക്കും. ഇതെല്ലാം സെയിം സംഭവം. അല്ലാതെ ഇവിടെ ഒരാൾ എതിരേൽക്കുന്നു, അവിടെ വേറൊരാൾ എതിരേൽക്കുന്നു, അങ്ങനെയൊന്നും. ഇതെല്ലാം the coming of the Son of God. എന്തിന്? For the establishment of fellowship, for the remarriage of Israel, for the restoration of Israel, for the re-establishment of the tabernacle of God. And to begin the new creation, new heavens and the new earth. So the saints, they are going to the air and meet him. എന്തിനാ? അവനെ തിരികെ കൊണ്ട്. It's not going up. We are bringing him down. അവനെ ഇവിടെ കൊണ്ടുവരും. ഇതിൽ കൂടുതൽ നമുക്കൊരു പ്ലെയിൻ എക്സ്പ്ലനേഷന്റെ ആവശ്യങ്ങൾ വരുന്നില്ല പ്രിയപ്പെട്ടവർ. കാരണം എന്തിനാണ് വരുന്നത്? coming to remarriage the. അതുകൊണ്ടാണ് മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. എതിരേൽപ്പാൻ. മത്തായിയുടെ സുവിശേഷം 25:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ എതിരേൽക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് എതിരേൽക്കുന്നത്? ഹോശേയ പ്രവചനത്തെ ചില വാക്യങ്ങൾ നോക്കി നമ്മുടെ ആ ഭാഗത്തേക്ക് ഒന്ന് പോകാം. It's almost connected with us. Listen. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഞാൻ ഈഫ്രീമിന് ഒരു സിംഹം പോലെയും യഹൂദഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെ ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പോയിക്കളയും. ഞാൻ പിടിച്ചു കൊണ്ടുപോകും, ആരും വിടുവിക്കുകയില്ല. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. ഇത് ശ്രദ്ധിക്കണം. ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. പരോസിയ. Not these verses. ഹോശേയ പ്രവചനം 5:14 മുതൽ 6:1-2-3 വാക്യങ്ങൾ. അവൻ നമ്മുടെ അടുക്കൽ, അതാണ് പരോസിയ, is coming back. അപ്പം വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളെ വിട്ടിട്ട് എന്റെ സ്ഥലത്ത് പോയിരിക്കുന്നു പറഞ്ഞാൽ ഐ ആം ക്ലോസിംഗ് ദ റിലേഷൻഷിപ്പ്. ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ഇല്ലാതാക്കുക. കട്ടിംഗ് ദ റെവലേഷൻസ്, കട്ടിംഗ് ദ കവണന്റ് വിത്ത് ഇസ്രായേൽ. എന്നിട്ട് ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അപ്പം റിസറക്ഷൻ ആൻഡ് പരോസിയ. ഈ വേർഡ് തന്നല്ലേ പ്രിയപ്പെട്ടവർ? ഈ വാക്യത്തിന്റെ മറ്റൊരു വേർഷൻ തന്നല്ലേ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും, മരിച്ചവർ ഉയർപ്പിക്കും. ഈസ് കമ്മിങ് ബാക്ക്. ഞാൻ തിരിച്ചു വരും. പരോസിയ. എന്നിട്ട് പറയുന്നത് നാം അവന്റെ അടുക്കലേക്ക് ചെല്ലുക. വായിച്ചു നോക്കി. നാം അവന്റെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. ആൻഡ് പരോസിയ ആൻഡ് അപ്പൻതസിസ്. ആൻഡ് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടൈം ഓഫ് വെഡിങ്. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഈ വാക്യത്തിനകത്ത് തന്നെ ഈ യേശുക്രിസ്തുവിന്റെ ഉത്പ്രാവണവും ഈ വാക്യത്തിലേക്ക് 1 തെസ്സലോനിക്ക ലേഖനവും ഹോശേയ പ്രവചനം 5:14 മുതൽ 6:1 മുതൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ തെസ്സലോനിക്ക ലേഖനത്തിന്റെ ഒരു പാരലാണ്. അത് അവിടുത്തെ ഒരു പ്രൊഫറ്റിക് ആണ്. അത് തന്നെ അവിടെ നോക്കിയേ. വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. ലെറ്റ് us go. അപ്പൻഡിസിസ് ആണ്. He is coming back. അവൻ ഇറങ്ങി വരുന്നു. പരോസിയ. So this is a remarriage of Israel. ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ ഒന്നും വിചാരിക്കരുത്. കാരണം ഇത് അത്രത്തോളം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കേണ്ടതായ കാര്യമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കും. ഇനി
മത്തായിയുടെ സുവിശേഷം 25 വിവാഹവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കർത്താവിനെ എതിർക്കും. അപ്പം ഈ യഹൂദന്മാരുടെ താങ്ക് യു. എക്സോഡസ് ചാപ്റ്റർ 19:17 ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പുറപ്പെടുവിച്ചു. അതുപോലെ എതിരേൽപ്പാൻ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ഇതുപോലുള്ള വാക്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്കത് വളരെ പ്രയോജനമായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ വിഷയങ്ങളിലെല്ലാം മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, ഇറ്റ് ഈസ് ക്രിസ്തുവിനെ ഇങ്ങോട്ട് പരോസി, അതായത് അവൻ വരുന്നു, നമ്മൾ അവന്റെ അടുക്കിലേക്ക് പോകുന്നു. ഇത് വിവാഹത്തിന്റെ ഒരു കസ്റ്റമായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 24 വായിക്കാനായിട്ട് പറ്റും. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം ഒരു വാക്കിൽ ഒന്ന് പറയാം. അതായത് പരോസിയ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മിങ് എന്നതിന് മാത്രമല്ല, പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്നല്ല, പരോസിയ എന്ന വേർഡിന്റെ അർത്ഥം പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. നോട്ട് ചെയ്യണേ, അവൻ വരവ്, അവന്റെ വരവെന്നല്ല, അവന്റെ വരവ്, അവന്റെ പരോസിയ, ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് the appendices is in the time of wedding of Christ. ഞാൻ അതിന്റെ കണക്ഷൻ തരില്ല. ഈ കണക്ഷൻ നിങ്ങൾ മനസ്സിൽ വെക്കണം. അതായത് അവന്റെ വരവും നമ്മൾ അവനെ എതിരേക്കാൻ പോകുന്നതും അവന്റെ വിവാഹത്തിന്റെ ടൈമിലാണെന്ന് നമ്മുടെ മത്തായിയുടെ സുവിശേഷം 1:1 മുതൽ വായിക്കുന്നു. ഇതാ മണവാളൻ വരുന്നു എന്നൊരു വാക്ക് 25 കാണുന്നു. ദാറ്റ് ഈസ് പരോസിയ. അവനെ എതിരേക്കാൻ പോകുന്നു, അപ്പൻഡസിസ്. ഇത് രണ്ടും സംഭവിക്കുന്നത് ഇൻ ദ ടൈം ഓഫ് വെഡിങ്. നമ്പർ 1 പോയിന്റ്. നമ്പർ 2, the time of wedding of Christ in Matthew chapter 25 verse 1 to 13 is the time of the return of Yahweh. Hosea chapter 5 and 6. മനസ്സിലാവുന്നുണ്ടോ? The wedding of Christ in Matthew chapter 25 ഉള്ള wedding of Christ എന്താണ്, എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട്, എന്താണ് അതിന്റെ പാരൽ? That is a return of Yahweh. യഹോവയുടെ മടങ്ങി വരവ്, യാഹ്ശുവ മടങ്ങി വരുന്നു. For the wedding of Israel, Hosea chapter 5 and 6. അടുത്തത്, but the time of the return of Yahweh, or the time of the wedding, Hosea chapter 2 verse 19, would be the time of restoration of the covenantal fellowship. ഇതെന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉടമ്പടിയുടെ പുനർസ്ഥാപനം, ന്യൂ ടെസ്റ്റമെന്റിന്റെ ഉദ്ഘാടനം, പുതിയ വെഡിങ് കവനന്റിന്റെ സ്ഥാപനം. അതുകൊണ്ട് the parousia of Christ and the meeting or the appendices at the wedding promise in Hosea would be the time of restoration of covenantal fellowship, not the time of the literal visible return of Yahweh. കണക്ഷൻ മനസ്സിലാവും നിങ്ങൾക്ക്? കർത്താവിന്റെ വരവ്, ആ പരോസ്യയും നമുക്ക് അവന്റെ അടുക്കലേക്കുള്ള അവനെ എതിരേൽക്കാൻ പോകുന്ന അപ്പൻഡസിസും വെഡിങ്ങിന്റെ ടൈമിൽ നടക്കുന്നതുകൊണ്ട്, ആ വെഡിങ് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞ യഹോവയുടെ മടങ്ങിവരവായതുകൊണ്ട്, ആ മടങ്ങിവരവ് ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ അല്ലാത്തത് കൊണ്ട് അത് ദൈവത്തിന്റെ ജനവുമായുള്ള പുതു ഉടമ്പടിയുടെ കൂട്ടായ്മയിലേക്ക് അവന്റെ രഹസ്യമായിട്ടുള്ള ഒരു ആത്മീക വരവാണ്, ഒരു സ്പിരിച്വൽ കമ്മിങ് ആണ്. So don't forget that word appendices. It is connected with Matthew chapter 25. The Matthew chapter 25 wedding is connected with the Matthew chapter 22 wedding. നിങ്ങൾ ബാക്കി കണക്ഷൻ എടുത്തു. 22ാമത്തെ വെഡിങ്ങിനകത്ത് പട്ടണം നശിക്കുന്നു. പട്ടണം നശിക്കുമ്പോൾ അർത്ഥം എന്തിരിക്കുന്നു? പുതിയ യെരൂശലേം വരുന്നു. പുതിയ യെരൂശലേം വരുമ്പോൾ എന്ത് സ്ഥാപിക്കുന്നുണ്ട്? പുതിയ രാജ്യം വരും. എല്ലാം കണക്റ്റഡ് ആണ്. ഒന്നിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ഭാവിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇതിനെ ഡുവൽ ടൈം ആയിട്ട് അല്ലെങ്കിൽ ഡുവൽ ഫുൾഫിൽമെന്റിലേക്ക് പോകേണ്ടി വരും. 2 കല്യാണം നടക്കണം, 2 മണവാട്ടിയെ കണ്ടെത്തണം, പിന്നെ രണ്ട് യെരൂശലേമിനെ വീണ്ടും ഒന്നുകൂടെ പണിയണം. അതുകൊണ്ടാണ് വീണ്ടും ഇനി യെരൂശലേമിനെ പണിയാൻ പോകുന്നു, പള്ളി പണിയാൻ പോകുന്നു. കാരണം ഇനി പള്ളി പണിതെങ്കിലേ അവർക്ക് അവരുടെ പ്രവചനത്തെ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ.
യേശുവിന്റെ സഭയുടെ കല്യാണം നടത്തണം, പിന്നെ അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ രണ്ടാം കല്യാണം നടത്തണം. ഇങ്ങനെ യേശുവിനെ തന്നെ 2 പ്രാവശ്യം കെട്ടിച്ച്, യെരുശലേമിനെ 2 പ്രാവശ്യം നശിപ്പിച്ച്, യെരുശലേം എന്ന ജനത്തിന്റെ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ 2 പ്രാവശ്യം തകർത്ത്, വേദപുസ്തകത്തിലെ പ്രവചനമെല്ലാം 2ാമത്തെ പ്രാവശ്യം കൂടെ ആവർത്തിപ്പിക്കാനുള്ള ഒരുപാട് കഷ്ടപ്പാടിലാണ് നമ്മുടെ ഭാവികാല ശാസ്ത്രജ്ഞന്മാർ പോകുന്നത് എന്ന കാര്യം സങ്കടത്തോടെ ഓർമ്മിപ്പിക്കും. സത്യമായിട്ടും യേശു തന്നെ 2ാമത് കെട്ടാൻ പോകും. യേശുവിന് 2 ഘട്ടം, 2 ഭാര്യ, ഒന്ന് സഭ എന്ന ഭാര്യ, 2 ഇസ്രായേൽ എന്ന ഭാര്യ. പോട്ടെ, അങ്ങനെയൊക്കെ പൊക്കോട്ടെ. പുതിയ നിയമത്തിലെ ഈ വാക്കുകൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ ജീസസ് വാസ് ട്രാവലിംഗ് ടു ഒരു വില്ലേജിലേക്ക് പോകുന്നു. ഞാൻ ഈ വാക്യങ്ങൾ ജസ്റ്റും പറയാം. ലൂക്കോസ് 17:12. അപ്പം as he began to enter, അവൻ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ he was met by 10 lepers. അതിനെ പറയുന്നത് അപ്പൻഡിസാൻ എന്ന് പറയുന്നത്. അപ്പൻഡിസിസ് എന്ന വേർഡ് തന്നെയാണ്. It will be the admitted that the lepers cannot enter in the city as they wished. So ഇത് അപ്പൻഡിസിസ് എന്ന വേർഡിനെ കാണിക്കുന്ന മറ്റൊരു പദമാണ്. ആക്ട്സ് ചാപ്റ്റർ 28:15 ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെയും പൗലോസിനെ അവരെ എതിരേൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം നമുക്ക് കാണാൻ പറ്റുന്നത് 1 തിമോഥെയോസിന്റെ ലേഖനം. ആ വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് എടുക്കാം. 1 തിമോഥെയോസിന്റെ ലേഖനം. പരിശുദ്ധാത്മാവേ, താങ്ക് യു ജീസസ്. 1 Timothy chapter 6 verse 14, 14-ാം വാക്യം. എങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. പരോസ്യ ഏത് പ്രത്യക്ഷത വരുത്തും? അവന്റെ പ്രത്യക്ഷ, പരോസ്യ ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ശരി, ഇതുപോലെ തന്നെ വേറൊരു വാക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ഞാൻ ഇത് വിശദീകരിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് നോക്കി. സ്വർഗത്തിലെ ഒരു സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. മൂലത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെട്ടു. അവൻ ഇരുമ്പുകൾ കൊണ്ടവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ ക്രോധവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഈ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്ന വാക്ക്, തുടമേൽ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ അതിന്റെ ഒറിജിനൽ വേർഡ് അറിയത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വേർഡ് ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ളത് കൊടിമേലും എന്ന, തുടമേലല്ല. കാരണം യഹൂദൻ ഒരിക്കൽ പോലും അവന്റെ ശരീരത്തിന്റെ മേലെ അക്ഷരം കൊത്താനോ ഇങ്ങനെ നമ്മുടെ ഇപ്പൊ ചെയ്യുന്നില്ലേ, എന്ത് പച്ച കുത്തുന്ന പോലെ ചെയ്യത്തില്ല. അപ്പം യേശുക്രിസ്തുവിന്റെ തുടമേൽ എഴുതി വെച്ചാൽ അതിനകത്ത് ഒന്നിയത് പച്ച കുത്തണം, അല്ലാതെ മഷി വെച്ച് എഴുതുകയല്ല, പച്ച കുത്തുന്നതിനെ എഴുതുക എന്ന് പറയും. അതങ്ങനെ യഹൂദന് നിക്ഷിപ്തമായതുകൊണ്ട് ആ വേർഡ് തുടമേൽ എന്നല്ല, മറിച്ച് കൊടിമേൽ എന്നാണ്. അപ്പൊ ഈ വരുന്ന ആളിന്റെ പേരെന്താ നോക്കി. ഈ വരുന്ന ആള് അതിരാജാവാണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്ത് പറയാൻ വന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് 1 തെസ്സലോനിക്ക ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 അവൻ രാജാതി രാജാവും കർത്താതി മാത്രം ആ പ്രത്യക്ഷത വരുത്തും. അപ്പോൾ അവൻ വരുന്നത് ആരായിട്ട? രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് എതിരേൽക്കാൻ പോകുന്നത്? രാജാതി രാജാവായും കർത്താതി കർത്താവായും സൈനാധിപനായ ദൈവത്തെ, കിങ് ഓഫ് കിങ് ആൻഡ് ദ ലോർഡ് ഓഫ് ദ ലോർഡ്, ആ ആളിനെയാണ് നമ്മൾ അപ്പൻഡിസീസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തിനാ? രാജ്യത്തിലേക്ക് വരികയാണ്. ആ രാജ്യത്തെ
രാജാവായി വാഴുവാൻ വരികയാണ്. അവന്റെ മക്കളിലൂടെ വാഴ്ച നടത്തുകയാണ്. അപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇരുന്ന് വാഴുകയല്ല, യേശു ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്. വേർഡുകൾ മറക്കോ. അവന്റെ വരവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൻഡസിസ് എന്ന വേർഡിന് ടെക്നിക്കൽ മീനിങ് എന്താണ്? ഒരു ഹൈലി ഒഫീഷ്യൽ ഡിഗ്നിറ്ററി. അപ്പം ഈ വരുന്ന ആളാരാണ്? ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പേഴ്സൺ, ഇറ്റ്സ് ദ കിങ് ഓഫ് കിങ് ആൻഡ് ദ ലോർഡ് ഓഫ് ദ ലോർഡ്. രാജാതി രാജാവും കർത്താതി കർത്താവുമായവനാണ് ഈ വരുന്നത്. The parousia of the King of Kings and the Lord of the Lord. The saints and those who are resurrected, the new Jerusalem, the restored Jerusalem, they are going to appentesis the King of Kings. That is the remarriage of Israel. Okay. ഈ വേർഡ് ഞാനൊന്ന് കൺഫേം ചെയ്യാനായിട്ട്, ഈ വേർഡ് ചരിത്രപരമായിട്ട് നമ്മുടെ ചരിത്രകാരനായ ജോസീഫസ്, ഫ്ലേവിയസ് ജോസീഫസ് എന്ന് പറയുന്ന ആള് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം ഈ അപ്പൻഡസിസ് എന്ന വേർഡിന്റെ ടെക്നിക്കലി ഉപയോഗിച്ചത്, അതിനൊരു ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലക്സാണ്ടർ എന്ന് പറയുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപൻ, ഇദ്ദേഹം ഗാസ കൈവശപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്റെ സൈന്യവുമായി യെരൂശലേമിലേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചു. ഗാസ മുനമ്പിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് യെരൂശലേം. യെരൂശലേമിലേക്ക് തന്റെ സൈന്യമായിട്ട് വരുമ്പോൾ അന്നത്തെ പുരോഹിതനായിരുന്ന, ഞാനിത് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയുകയാണ്, പ്രയോജനമായിരിക്കട്ടെ. അന്നത്തെ പുരോഹിതനായ ജാദുവ, അദ്ദേഹത്തിന്റെ പേര് ജാദുവ, JADDUA, ജാദുവ എന്ന് പറയുന്ന ഹൈ പ്രീസ്റ്റ്. ഈ ഉദാഹരണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പം. ജാദുവ എന്ന് പറയുന്ന ഹൈ പ്രീസ്റ്റ് ഇത് കേട്ടിട്ട് വളരെ വേദനിച്ച് ഭയന്ന് എന്തു ചെയ്യണം എന്നറിയാതെ ഇദ്ദേഹത്തെ അപ്പൻഡസിസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് എതിരേൽക്കുവാൻ തീരുമാനിച്ചു. മാസഡോണിയൻസിനെ എതിരേൽക്കുന്ന പോലെ, അതായത് ഒരു ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ നേതാവിനെ എങ്ങനെയാണോ മാസിഡോണിയൻകാർ, അതായത് ഗ്രീക്കുകാര് സ്വീകരിക്കുന്നത് പോലെ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഒരു ഐഡിയ വന്നു. ദൈവസന്നിധിയിൽ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഒരു സ്വപ്നം കൊടുത്തു. നീ ഒരു കാര്യം ചെയ്യ്, യു ജസ്റ്റ് ഗോ ആൻഡ് മീറ്റ് ഹിം ആസ് ദ മാസിഡോണിയൻസ്. മാസിഡോണിയൻസ് എങ്ങനെയാണോ ഇദ്ദേഹത്തെ എതിരേൽക്കുന്നത് അതുപോലെ എതിരേൽക്കാൻ പറഞ്ഞു. ഇദ്ദേഹം വളരെ ശക്തിയോടെ ധൈര്യത്തോടെ തന്റെ വാതില് തുറന്ന്, ഗേറ്റ് തുറന്ന്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്കെല്ലാം, കൂടെയുള്ള പുരോഹിതന്മാർക്കെല്ലാം വെള്ള വസ്ത്രം ധരിപ്പിച്ചു, വൈറ്റ് ഗാർമെന്റ് ധരിപ്പിച്ച്, ഇദ്ദേഹം മാത്രം, ഈ പ്രീസ്റ്റ് മാത്രം പർപ്പിൾ ഉള്ള സ്കാർലറ്റ് പർപ്പിൾ വസ്ത്രം ധരിച്ച്, അതായത് ഹൈ പ്രീസ്റ്റ് മാത്രം അങ്ങനെ സ്കാർലറ്റും പർപ്പിളുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ഫൈൻ ലിനൻ വസ്ത്രം ധരിപ്പിച്ചിട്ട് യെരുശലേമിന്റെ മതിൽ തുറന്ന്, കിഴക്ക് വാതിൽ തുറന്ന് ഇവർ പുറത്തിറങ്ങി ഇദ്ദേഹത്തെ ദൂരെ ഇദ്ദേഹത്തിന്റെ സൈന്യത്തെ എതിരേറ്റു. ഈ മഹാപുരോഹിതനായ ജാദുവ അലക്സാണ്ടർ ചക്രവർത്തിയെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും ജയഭേരി മുഴക്കി മടങ്ങി വരുന്ന രാജാവിനെ മാസിഡോണിയൻസ് എങ്ങനെയാണോ എതിരേൽക്കുന്നത് അതുപോലെ എതിരേറ്റു. അവിടെ ജോസീഫസ് എന്ന് പറയുന്ന ആള് ഉപയോഗിച്ചിരുന്ന പദം അപ്പൻഡസിസ് എന്നാണ്. സംഭവിച്ചത് എന്താ? ഇദ്ദേഹം നേരെ ചെന്നു, അലക്സാണ്ടർ ചക്രവർത്തി ഇദ്ദേഹത്തിന് കൈകൊടുത്തു. യുദ്ധമില്ല, ആയുധം ഉപയോഗിച്ചില്ല, പട്ടാളക്കാർ ഇദ്ദേഹത്തെ അനുഗമിച്ചു. ഈ മഹാപുരോഹിതൻ ഇദ്ദേഹത്തെ കരങ്ങൾ പിടിച്ച് നേരെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിനു വേണ്ടി ഒരു യാഗം നടത്തിയിട്ട് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിലെ ഒരു തിരുവെഴുത്തെടുത്തിട്ട് ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചിട്ട് പറഞ്ഞു, സർ, താങ്കളെ കുറിച്ച് ഇത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദവാക്യം ഇതാണ് എന്ന് പറയുന്ന ആ വചനത്തെ ചൂണ്ടിക്കാണിച്ച് മാസിഡോണിയ
രാജാവായിരുന്ന അലക്സാണ്ടർ വളരെ സന്തുഷ്ടനായി യെരൂശലേം കീഴടക്കാതെ യെരൂശലേമിലേക്ക് സൈന്യത്തെ കൊണ്ടുവന്ന് നാശം വരുത്താതെ യുദ്ധം ചെയ്യാതെ പിന്മാറിപ്പോയ ഒരു ചരിത്രം. എനിക്ക് തോന്നുന്നു അപ്പൻഡസിസ് എന്ന് പറയുന്ന വേർഡിന്റെ ഒരു എക്സാക്ട് ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ജയാളിയായിരിക്കുന്ന രാജാവ് മടങ്ങി വരുമ്പോൾ അവനെ എതിരേറ്റ് ചെന്ന് കരങ്ങൾ പിടിച്ച് തങ്ങളുടെ വാസസ്ഥലത്തേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുവരുന്ന നടപടിയുടെ പേരാണ് അപ്പൻഡസിസ്. ഞാൻ വീണ്ടും 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 ആവർത്തിക്കുന്നത്, ദയവായിട്ടൊന്നും ചിന്തിക്കരുത്, ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. സോ ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ പല ഇടങ്ങളിൽ റോമിൽ ഇത് വളരെ പതിവായ സംഭവമായിട്ട് ജോസഫസ് തന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. സോ പറോഷ്യ മീൻസ് ദ അപ്പിയറൻസ് ഓർ ദ പ്രസൻസ് ഓർ ദ കമ്മിങ് ഓഫ് ദ കിങ്, ആൻഡ് ദ അപ്പൻഡസിസ് ഈസ് ദ വാം വെൽക്കം ആൻഡ് എക്സോർട്ട് ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദ ലാൻഡ്. അപ്പൊ കർത്താവ് സ്വർഗത്തിൽ നിന്ന് രാജാവായി വരുമ്പോൾ അവനെ എതിരേറ്റ് അവനെ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന നടപടിയെ കുറിച്ചാണ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ദയവായി നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ട. റാപ്ചർ, ഇതിനകത്ത് ഈ സെക്കൻഡ് കമ്മിങ്ങും റാപ്ചറും തമ്മിലുള്ള വിഷയമൊന്നും ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. കാരണം സെക്കൻഡ് കമ്മിങ്ങും റാപ്ചറും രണ്ടായിട്ട് പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് പെന്റിക്കോസ്റ്റൽസിന്റെ ഇടയിൽ റാപ്ചർ ഈസ് ഡിഫറെന്റ് ഫ്രം സെക്കൻഡ് കമ്മിങ്. അവർ സെക്കൻഡ് കമ്മിങ്ങിന് ഡുവൽ ഫേസ് ആണ് കാണിക്കുന്നത്. ഒന്ന് റാപ്ചർ, രണ്ട് ഗ്ലോറിയസ് അപ്പിയറൻസ് ഇൻ ദ മൗണ്ട് ഓലിവ്. അപ്പൊ ഇവിടെ ഇത് രണ്ട് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മിസ്റ്റേക്കൺ ആണ്. ഇവിടെ റാപ്ചർ എന്ന് പറയുന്നത് രഹസ്യമായിട്ട് റാപ്ചർ ചെയ്തുകൊണ്ട് പോകും. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒലിവുമലയിൽ വരും. അങ്ങനെ ഒലിവുമല വരുമ്പോൾ അവന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ആ ഒലിവുമല രണ്ടായിട്ട് പിളർന്നു പോകും. വലിയ വഴിയുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവം അനുവദിക്കുന്നെങ്കിൽ എന്നെങ്കിലും നമുക്ക് എന്താണ് ആ ഒലിവുമല കാലി ഓട്ടുന്നത് എന്നുള്ള പ്രവചനം എങ്ങനെയാണ് നിവൃത്തിയായതെന്നും അത് AD 70 എങ്ങനെ പൂർണ്ണമായി എന്നും ഒക്കെ നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞത് ഇത് വാസ്റ്റ് ആണ്, കടല് പോലെ കിടക്കുന്ന കാര്യം. അപ്പം എസ്കറ്റോളജി ഇവർ പറഞ്ഞത് ആന്റിക്രൈസ്റ്റും 666 ഒന്നും അല്ല, അങ്ങനല്ല. ഇത് അതിനേക്കാൾ വളരെ മെച്ചവും ശ്രേഷ്ഠവുമായ നിലയിൽ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സാഹചര്യം ഇതിനകത്തുണ്ട്. അപ്പൊ റാപ്ചർ ആൻഡ് സെക്കൻഡ് കമ്മിങ് എന്ന വിഷയത്തിൽ പൊതുവായ സമൂഹത്തിനകത്ത് ഈ പഠനമുള്ള കാര്യങ്ങൾ മറന്നു പോകരുത്. സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞാൽ ഒരു മഹത്വ പ്രത്യക്ഷത. അത് അന്തിക്രിസ്തുവിനെയൊക്കെ കൊന്നവന്റെ വായിലെ ശ്വാസത്താൽ, എല്ലാം പഠിച്ചു വെച്ചേക്കുക, വായിലെ ശ്വാസത്താൽ ഇങ്ങനെ കൊന്നിട്ട് എല്ലാവരും കൂടെ എങ്ങോട്ട് വരുമെന്നാണ്. ഈ 10,000 കോടി ജനം, മിക്കവാറും ഇത്രയും എത്ര വിശുദ്ധന്മാർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒലിവുമലയിൽ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് എവിടെ പോയി താമസിക്കും? എന്നിട്ട് അവിടെ അങ്ങോട്ടും ഇരുന്നിട്ട് യെരൂശലേമിന്റെ ആലയത്തിനകത്തിരുന്ന് അന്തിക്രിസ്തുവിനെ കൊന്നിട്ട് ആ ആലയത്തിൽ ഇരുന്നിട്ട് യേശു ക്രിസ്തു ഇങ്ങനെ രാജാവായിട്ട്, ആലയത്തിലാണ് രാജാവിരിക്കുന്നത്. എന്നിട്ട് 1000 ആണ്ട് വാഴും. പിന്നെയും ഇതെല്ലാം ഇങ്ങനെയുള്ള പഠനങ്ങൾ ധാരാളം ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് സൂക്ഷിച്ചു വെച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് ഈ റാപ്ചർ എന്ന തിയറി ഈ നിലയിൽ ആണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രധാന വിഷയം ഇറ്റ്സ് ദ കമ്മിങ്. ദർ ഇസ് നോട്ട് ടു കമ്മിങ്. ഇഷ്ടംപോലെ കമ്മിങ്സ് ഉണ്ട്. പഴയ നിയമത്തിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏതാ യേശു കർത്താവ് അവിടെ യഹോവയായ ദൈവം പല പ്രാവശ്യം വന്നതായിട്ട് ധാരാളം പ്രാവശ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മീറ്റ് ഹിം ഇൻ ദ എയർ എന്നൊരു വാക്കുണ്ട് അല്ലേ? ആകാശത്തിൽ, മലയാളത്തിൽ ആകാശത്തിൽ, ഇംഗ്ലീഷിൽ എയറിൽ നിന്ന് എയർ. ഈ എയർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കുഞ്ഞു ചിന്ത മാത്രം ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കും. വളരെ കുഞ്ഞൊരു ചിന്തയാണ്. ഈ റൂളേഴ്സ് ഓഫ് ദ വേൾഡ്, നമ്മൾ ബൈബിളിൽ ലോകാധിപതി ഒരു വാക്യം നിങ്ങൾ എടുത്തു നോക്കിയേ. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരത്തിൽ അധികാരം. അപ്പം ആകാശത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ ദ റൂളർ ഓഫ് ദിസ് വേൾഡ്. നമ്മൾ യോഹന്നാൻ 12:31 2 കൊരിന്ത്യ ലേഖനം 4:4 പറയുന്നത് ലോകത്തിന്റെ പ്രഭു. ഓക്കെ,
എഫേസ്യ ലേഖനത്തിൽ 2:2 പറയുന്നു ആകാശത്തിന്റെ അധിപതി, അധികാരം, അല്ലെങ്കിൽ ദ റൂളർ ഓഫ് ദ എയർ. 2 കൊരിന്ത്യർ ലേഖനം 10:1 പറയുന്നത് 2 Corinthians chapter 10 verse 1, നിങ്ങൾ സമക്ഷകാൽ താഴ്മയുള്ളവനെന്നും അരികിരിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് ജഡത്തിൽ സഞ്ചരിക്കുന്ന ജഡപ്രകാരം നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങൾ എല്ലാ ആക്ഷേപിക്കും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കി അനുസരണം. സോ ദീസ് ഓൾ തിങ്സ് ആർ അധികാരം, അതായത് ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് നമ്മളെ പിടിച്ചടക്കുന്ന ഒരു നടപടി. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും എവിടെ ആയിരുന്നു? ആകാശത്തിന്റെ അധിപതിയുടെ കീഴിലായിരുന്നു. ദർ ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദിസ് സ്പിരിച്വൽ റിയാലിറ്റി. ദിസ് ഇസ് നോട്ട് ലൂസിഫർ ടോക്കിംഗ്. ശ്രദ്ധിക്കുക, എഫെസ്യ ലേഖനം 6:12 പറയുന്നത് എന്തുവാണ്? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന. അപ്പൊ ഇവിടെ ഈ എയർ എന്ന് അർത്ഥമാക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശരി, നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൊലോസ്യ ലേഖനത്തിലേക്ക് നോക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസുമുഴുവൻ ദേഹരൂപമായി വസിക്കുന്നതായ ക്രിസ്തുവെ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. വാഴ്ചകൾ, അധികാരങ്ങൾ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തോ. എഫേസ്യ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്, നമുക്ക് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് വെക്കാൻ കഴിയുന്നതിന് ദൈവത്തിന്റെ സർവായുധകം ധരിച്ചുകൊള്ളി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത്, എഫെസ്യരിൽ നമുക്ക് പോരാട്ടമുള്ളത് ഇവയോടാണ്. കൊലോസ്യരി പറഞ്ഞേക്കുന്നത് ഈ വാഴ്ചകൾക്കും ഈ അധികാരങ്ങൾക്കും തലയായവനിൽ നിങ്ങൾ പരിപൂർണരാണ്. അപ്പം ഇവരുടെയൊക്കെ തല ആരായിരിക്കുന്നു? ക്രിസ്തുവായി. അപ്പൊ ലൂസിഫറിന്റെയും മന്ത്രവാദത്തിന്റെയും ബ്ലാക്ക് മാജിക്കിന്റെയും ആഭിചാരത്തിന്റെയും തലയാണോ ക്രിസ്തു? What is the meaning? മേഘങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏത് ഏരിയയിലാണോ, ലിസൺ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഏത് സ്പേസിലാണോ വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയും ആകാശത്തിന്റെ അധിപതിയും വാണിരുന്നത്, അതേ സ്ഥലത്ത് യേശുക്രിസ്തുവും അവന്റെ ജനവും ഒരുമിച്ച് കൂടി അവൻ രാജാവായ അതേ സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നു എങ്കിൽ അർത്ഥം ഇതിനു മുൻപ് ഭരിച്ചിരുന്ന, ഇത് വളരെ ഇമ്പോർട്ടന്റ് തന്നെ, ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഭരണം അവസാനിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവായി നമുക്കിതിനെ മനസ്സിലാക്കാം. കാരണം യേശുക്രിസ്തു വരുന്നത് രാജാവായിട്ടാണ്, ദൈവരാജ്യവുമായിട്ടാ. അവന്റെ രാജ്യത്തിന്റെ വാഴ്ച തുടങ്ങിയാൽ പിന്നെ വേറൊരു വാഴ്ചയ്ക്കും വേറൊരു അധികാരത്തിനും ആ സ്പേസിൽ അധികാരമില്ല. സ്തോത്രം. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. കിട്ടിയോ? അതായത് ഇതിനു മുമ്പ് വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളും ദുഷ്ടാത്മന സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇവയെല്ലാം വാഴുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ റലം. ആ മേഖലയിലേക്കാണ് അവന്റെ വിശുദ്ധന്മാരും മഹാരാജാവും തമ്മിൽ സന്ധി, അതായത് ആ ട്രയംഫ് ഉണ്ടാകുന്നത്, ആ ജയത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അവിടെ വെച്ചാണ്, ആ സ്ഥലത്ത് വെച്ചാണ്
വിശുദ്ധ സഭ യേശു ക്രിസ്തുവിനെ പോയി അപ്പൻഡസിസ് ചെയ്യുന്നത്, വിളിച്ചോണ്ട് വരുന്നത്, വാഴ്ചകൾക്ക് അധികാരങ്ങൾക്ക് കീഴടക്കി അവയുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി എന്ന് നമ്മൾ കൊലോസ്യലേഖനത്തിൽ കാണുന്നുണ്ട്. ഇതിനെ മൊത്തം നീക്കം വരുത്തി ക്രൂശിൽ യേശുക്രിസ്തു ചെയ്ത മഹാപ്രവൃത്തിയുടെ പബ്ലിക് ഡിക്ലറേഷൻ ആണ് ഈ സമയത്ത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നിന്നെയും എന്നെയും തളർത്താൻ ആകാശത്തിന്റെ അധിപതിക്ക് പറ്റത്തില്ല, അനുസരണക്കേടിന്റെ ശക്തിക്ക് പറ്റത്തില്ല, സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയ്ക്ക് പറ്റത്തില്ല. ഇവയുടെ മീതെ കർത്താവിന്റെ രാജ്യം മഹിമയോടെ ശക്തിയോടെ വ്യാപരിക്കുന്നു എന്ന മഹത്വപൂർണമായ ഒരു സത്യം വെളിപ്പെടുത്തുക. We shall meet him in the air, that place. അതുകൊണ്ട് ഈ എപ്പോഴും പൗലോസിന്റെ ഭാഷയിലും ആ യഹൂദന്റെ ഭാഷയിലും the air represents the എന്തോ പറഞ്ഞേ, it's a satanic world, evil world എന്ന അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കമാൻഡേഴ്സ് ഒക്കെ എല്ലാവരും ഒരുപാട് പേര് ഇതിങ്ങനെ തന്നെ പറഞ്ഞത് ഈവിൾ സ്പിരിറ്റിന്റെയും ഡിമോണിക് പവറിന്റെയും ഒക്കെ സ്പേസ് ആണ്. So that space is conquered by the saints. Amen. നാം അവനെ ജയിച്ചിരിക്കുന്നു. വായിച്ചിട്ടില്ല വാക്യം? നാം ജയിച്ചിരിക്കുന്നു. We are അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തു വെളിപ്പെട്ടപ്പോ അവന്റെ വിശുദ്ധന്മാർ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക, അവൻ എതിരേൽപ്പാൻ പുറപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോട് പറയുന്ന ദൂത് കേൾക്കണം. അവിടെ പറയുന്നവർ 7 സഭയ്ക്കും കൊടുക്കുന്ന ആലോചന ജയിക്കുന്നവന്, 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 ജയിക്കുന്നവന്. കാരണം ജയിക്കുന്നവനാണ് ഈ ആളിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുവാൻ അവനെയാണ് ഉപയോഗിക്കുന്നത്. അതൊരു സ്പിരിച്വൽ സെൻസിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കുക. ലഭ്യമായ ഒരു അറിവ് അതാണ്. അതിനപ്പുറത്തൊരു മറ്റൊരു അറിവ് നമുക്ക് നാളെ ലഭിച്ചാൽ അന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ആൻഡ് ഇവിടെ ഒരു ആള് പറഞ്ഞ ഇങ്ങനെയാണ്, ദാറ്റ് ഇസ് എ ക്രൈസ്റ്റ് ട്രയംഫന്റ് ഓവർ ദ പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ് and making an open spectacle over them. Colossians 2:14. Now at his parousia the prince of this world was met his fate just as Jesus promised. യേശു പറഞ്ഞ പോലെ അവന്റെ വരവിങ്കൽ ഈ റൂളർ ഇല്ലാതെ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇതിന് ഞാൻ മനസ്സിലാക്കി തരാം. You know what happened when Jesus comes? സാത്താൻ കത്തിച്ചു. നമ്മൾ ബൈബിൾ വായിക്കുന്നു, പഴയ പാമ്പിനെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. റെവലേഷൻ ചാപ്റ്റർ 20 എന്ന് പറഞ്ഞാൽ വാഴ്ചകള്, അധികാരങ്ങള്, പ്രിൻസിപ്പാലിറ്റീസ് മൊത്തം തകർന്നു പോയി, മൊത്തത്തെ കത്തിച്ചു കളഞ്ഞു. ഇനി ഒരിക്കൽ പോലും അവന്റെ രാജ്യത്തിന് വിരുദ്ധമായി ഇത് നിൽക്കാതിരിക്കാൻ യേശുവിന്റെ വരവിങ്കൽ തകർത്ത് കളഞ്ഞു. ഇതിനെ സാധൂകരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആശിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ എടുത്തോ. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. മൈ ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വേഗത്തിൽ സാത്താനെ തകർത്ത് കളയും. What happened there? Jesus comes. യേശു വന്നപ്പോ തകർത്ത് കളഞ്ഞു. സാത്താന്യ സാമ്രാജ്യം തകർക്കപ്പെട്ടു. ഇത് ഒരുമിച്ച് നടക്കുന്നത്. അപ്പൊ എപ്പോഴാണോ വഞ്ചിച്ച പിശാചിനെ തകർത്ത് കളഞ്ഞു. That's why in the New Jerusalem there is no serpent, there is no door. The door is opened because no devil, no serpent, no Satan is there. We shall appendices in the air, in the air, dominating ശക്തികളെ, വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടായി അവയെ പരസ്യ കാഴ്ചയാക്കി കാൽവറി കുരിശിൽ. എന്നിട്ട് അവയുടെ മുഴുവൻ ശക്തികളെയും യേശു കർത്താവ് അവന്റെ വരവിങ്കൽ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. വചനം പറയുന്നു, അഗ്നി നരകത്തിൽ കത്തിച്ചു കളഞ്ഞു. ബോൺ ഫോർ എവർ. മരണത്തെയും പാതാളത്തെയും
തീപ്പൊയ്കൾ തള്ളിയിട്ടു. പഴയ പാമ്പിനെ തീജ്വാലയിൽ അഗ്നി തടാകത്തിലിട്ട് കത്തിച്ചു. That's a word of God has happened. Here we are seeing that Jesus, the King of Kings, രാജാതി രാജാവ് ജയഭേരി മുഴക്കി വരുന്നു. ആ ജയഭേരി മുഴക്കി വരുന്ന രാജാവിനെ, രാജത്വവും അധികാരവും ശക്തിയും മൊത്തം പ്രാപിച്ചു വരുന്ന രാജാവിനെ, ദൂരദേശത്ത് പോയി രാജത്വം പ്രാപിച്ചു വരുന്ന രാജാവിനെ, തന്റെ ശത്രുക്കളെ മൊത്തം കാൽ കീഴാക്കിയ രാജാവിനെ എതിരേൽക്കാൻ പുറപ്പെടുന്നു. ആ എതിരേൽക്കുമ്പോൾ എവിടെയായിരുന്നു ഈ എതിരാളികൾ അവരുടെ താവളമടിച്ചിരുന്നത്? അവിടെ തന്റെ വിശുദ്ധന്മാർ മിശിഹായിക്ക് കരം കൊടുത്ത് അവനെ എതിരേൽക്കുകയാണ്. I was really so excited. Hallelujah. Glorious in his brothers and sisters. Wonderful. So I want to conclude this session. What is the meaning of parousia? Presence of Christ, the coming of the King. Coming of the King from his glorious triumph. The ബഹുശക്തിയോടെ, മഹാശബ്ദത്തോടെ, കാഹളധ്വനിയോടെ മഹാരാജാവ് രാജ്യത്തിലേക്ക് വരിക. ആ രാജാതി രാജാവിനെ എതിരേൽക്കുവാനായി അവന്റെ വിശുദ്ധന്മാർ ഈ പുറപ്പെടുക. അതെന്താണ് നമ്മൾ നാളെ പഠിക്കും കേട്ടോ. കോട്ടപ്പ് എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കും. അവനെ സ്വീകരിക്കുക. അതിന്റെ അർത്ഥം ഒറ്റ കാര്യമാണ് ഞാൻ ഇന്ന് പ്രധാനമായി പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. യേശു വന്ന് നമ്മെ ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊരു പ്രസ്താവന തെസ്സലോനിക്ക ലേഖനത്തിൽ ഇല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ ഈ വാക്യത്തിൽ 1 തെസ്സലോനിക്ക 4:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മയും കൊണ്ട് അങ്ങ് മുകളിലോട്ട് പോകുമെന്നൊരു വാക്യമില്ല. ഭൂമിയിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നൊരു വാക്യമില്ല. മറിച്ച് അവൻ വരുമ്പോൾ ആ സാന്നിധ്യത്തെ, അവന്റെ പ്രസൻസിനെ നാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനും നാമും തമ്മിലുള്ള കൂട്ടായ്മ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഏദൻ റെസ്റ്റോർ ആയിരിക്കുന്നു. ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, തരാനുള്ളതെല്ലാം തന്നു, കരുതാനുള്ളതെല്ലാം കരുതി. നാമോ ഇത് അറിയുന്നില്ല. That is a re-establishment of the fellowship of heaven on earth, the Bible says. അതാണ് അവന്റെ നിത്യ നിർണയം, അനാദി നിർണയം. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും വീണ്ടും ഒന്നാക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ വീണ്ടും ഒന്നാക്കി. അവൻ വീണ്ടും മടങ്ങി വന്നു. വീണ്ടും സഭയും ഒന്നായി മാറി. The wedding happened and this covenant is eternal covenant. Hallelujah. This covenant is eternal covenant. ഇത് മുറിയാൻ പറ്റത്തില്ല, ഇത് തകർക്കാൻ പറ്റത്തില്ല, ഇത് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇത് everlasting covenant and his everlasting kingdom established. He came here as the King of Kings and the Lord of the Lords. Glorious. അവനെ എതിരേൽക്കാൻ പുറത്ത് അത്ര മതി. നിങ്ങളോട് ആരെങ്കിലും തർക്കിച്ച എതിരേൽക്കുക എന്ന വാക്കിനർത്ഥം കൂടെ പോവുകയാണോ അതോ കൂട്ടിക്കൊണ്ടുവരികയാണോ? കൂടെ പോകുന്ന പരിപാടിയില്ല പ്രിയരെ, കൂട്ടിക്കൊണ്ടുവരികയാണ്. എതിരേൽപ്പാൻ സ്നേഹങ്ങളിൽ എടുക്കുക. അടുത്ത ഭാഗം നമുക്ക് ദൈവം സഹായിക്കുന്ന പക്ഷം നാളെ ഈവനിങ്ങിൽ പഠിക്കാം. അതുവരെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.